ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐക്കൽ ലേണിംഗ്സ്. ഞാൻ ആഷിഫ് റഹ്മാൻ. ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 SSC GD എക്സാമിന് ചോദിച്ച മാത്സിലെ ചില ചോദ്യങ്ങളും അതിൻ്റെ സൊല്യൂഷൻസും ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എക്സാമിന്റെ പാറ്റേൺ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. അപ്പോൾ 4 ടോപ്പിക്സിലായി മൊത്തം 80 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം, അങ്ങനെ മൊത്തം 160 മാർക്കിനാണ് എക്സാം. 1 മണിക്കൂറാണ് സമയം. ഓക്കെ, ഓരോ ടോപ്പിക്സിനും 20 ചോദ്യങ്ങൾ വീതം, 40 മാർക്കിന്. ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, 0.25 ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അതായത് 4 ചോദ്യങ്ങൾ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ 1 മാർക്ക് അവിടെ പോകുന്നതായിരിക്കും. എക്സാമിൽ അത് ശ്രദ്ധിച്ച് ചെയ്യാം. നമ്മുടെ മാത്സിലെ ടോപ്പിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്പർ സിസ്റ്റം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റ് ചാപ്റ്റേഴ്സ്, പിന്നെ നമ്മുടെ അരിത്മെറ്റിക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെർസെന്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ആവറേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക് തുടങ്ങിയ ചാപ്റ്റേഴ്സും, അതേപോലെ തന്നെ മെൻസുറേഷനും ടൈം ആൻഡ് ഡിസ്റ്റൻസ് തുടങ്ങിയ അഡ്വാൻസ് ടോപ്പിക്സും ആണ് നമുക്ക് മെയിൻ ആയിട്ടും SSC GD എക്സാമിന് മാത്സിന് പഠിക്കാനുള്ളത്. നമുക്ക് നേരെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, the largest 4-digit number which when divided by 9, 18 and 23 gives a remainder 5 in each case. Okay, അപ്പോൾ 2025 ഫെബ്രുവരി 25 ഷിഫ്റ്റ് 3യുടെ ചോദ്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ 9, 18, 23 എന്നീ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്നതാണ് ചോദ്യം. അപ്പൊ നോർമൽ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഈ 9, 18, 23 എന്ന സംഖ്യയുടെ LCM കണ്ടുപിടിക്കണം അല്ലെ. പക്ഷെ അത് പോരാ, അതിന്റെ എന്തെടുക്കണം, ലാർജസ്റ്റ് 4-digit മൾട്ടിപ്പിളിലേക്ക് അത് മാറ്റണം. അതിന്റെ കൂടെ +5 റിമൈൻഡർ ചെയ്യണം. ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. പക്ഷെ നമുക്ക് ഈ ചോദ്യം ഓപ്ഷൻ വെച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോ നോർമൽ മെത്തേഡ് എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം എന്തായിരിക്കും, ആ കിട്ടിയ LCMന്റെ 4-digit മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂവിന്റെ കൂടെ ഈ റിമൈൻഡർ ആയിട്ടുള്ള +5 ആഡ് ചെയ്ത വാല്യൂസ് ആണ് നമുക്ക് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം. അപ്പോ തിരിച്ച് ആ LCMന്റെ മൾട്ടിപ്പിൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ തന്നിരിക്കുന്ന ഓരോ വാല്യൂസിൽ നിന്നും എന്ത് ചെയ്താൽ മതി, ഈ റിമൈൻഡർ അല്ലെ, നമ്മൾ ലാസ്റ്റ് അവിടെ +5 ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ, ആ +5 ചെയ്ത് നമ്മൾ തിരിച്ചെടുത്തു. അതായത് -5 ചെയ്ത് തിരിച്ചുള്ള വാല്യൂസിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ 9936 എന്ന് വന്നു. ആൻഡ് ഓപ്ഷൻ ബി അതേപോലെ 9963 -5 ചെയ്യാം. അപ്പോൾ 9958 എന്ന് വന്നു. അടുത്ത വാല്യൂ 9921 -5 ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 9916 എന്ന് വന്നു. ആൻഡ് ഓപ്ഷൻ ഡി 9935 -5 നമുക്ക് 9930 എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കുക, ഏതൊക്കെ നമ്പേഴ്സിന്റെ LCM ആണിത്, 9, 18 and 23. അപ്പൊ ഇവിടെ ഒരേ ഒരു വാല്യൂ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യാണ്, 9 എന്നുള്ള വാല്യൂ. 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ നിങ്ങൾക്ക് അറിയാം. എന്താണ്, തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഡിജിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ 9 + 9 + 3 + 6 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കണം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കണം അല്ലെ. അല്ലെങ്കിൽ ഡിജിസം എന്നുള്ളൊരു കൺസെപ്റ്റ് അറിയാവുന്നവർക്ക്, അപ്പൊ എന്റെ സ്റ്റുഡൻസ് ഞാൻ ഡിജിസം മെത്തേഡ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിജിസം അറിയാവുന്നവർക്ക് പെട്ടെന്ന് അറിയാം 9ന്റെ മൾട്ടിപ്പിൾ എങ്ങനെ കണ്ടുപിടിക്കാം. ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടുന്ന വാല്യൂസ് മാത്രം നോക്കിയാൽ മതി അല്ലെ. അപ്പൊ നോക്കാം, ആദ്യത്തെ ഓപ്ഷനിൽ -5 ചെയ്തുള്ള വാല്യൂ 9936 ആണ്. ഇതില് നമ്മൾ എന്ത് ചെയ്യണം, ഈ 9ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോ 99, 3 + 6 9. അപ്പോ ഇതെന്താണ്, 9ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. കാരണം നിങ്ങൾ ആഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 9 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഇപ്പൊ ഡയറക്റ്റ് 9 ഉണ്ട്, ഇവിടെ അടുത്തൊരു 9 ഉണ്ട്, ആൻഡ് 3 + 6 9 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 9936 എന്നാണ് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 9941 ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, 9 ഓക്കെ, 5 + 8 13 ആണ്. 13 ഒന്നുമില്ല, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ല. ഇവിടെ അതേപോലെ 9 ആൻഡ് 1 + 6 7 ആണ്. 7 ഒന്നല്ല, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ല. 9 3 + 0 3 ആണ്. 3 ഒന്നല്ല, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ല. അപ്പോ ഈ വാല്യൂസ് ഒന്നും 9ന്റെ ഡിവിസിബിൾ അല്ല. സോ ഇതൊന്നും എന്തല്ല, 9ന്റെ 18ന്റെ 23ന്റെ എന്തല്ല, LCM അല്ല അല്ലെ. ഈ വലിയ LCMന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഇവിടെ 9, 18, 23, അപ്പൊ 9ന്റെ ഡിവിസിബിലിറ്റി മാത്രം വെച്ചിട്ട് 9936 ആണ് എന്ത്, 9ന്റെ ഡിവിസിബിൾ ആയിട്ടുള്ള വാല്യൂ, ലാർജസ്റ്റ് 4-digit വാല്യൂ ഇവിടെ കിട്ടിയത് അല്ലെ. അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ടുള്ള 9941, അതായത് ഇതിന്റെ കൂടെ +5 ചെയ്യുമ്പോഴാണല്ലോ ഈ വാല്യൂ കിട്ടുക, അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ എക്സാമിന് ഇത്രേ ചെയ്യാനുള്ളൂ. എന്ത് ചെയ്യാ, ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും -5 അല്ലെ, റിമൈൻഡർ ആയിട്ടുള്ള -5 ചെയ്യുക. അതിൽ ഏതാണ് 9ന്റെ
ഡിവിസിബിൾ ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് നോക്കുക, അതായിരിക്കും നമ്മുടെ ആൻസർ. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ വിച്ച് ഡിവൈഡ്സ്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? അത് HCFന്റെ ചോദ്യമാണ്. HCFന്റെ ചോദ്യമാണ്. ഡിവൈഡ്സ് നോക്കാം, 1938 അതേപോലെ തന്നെ 2337 ചെയ്യുമ്പോൾ ഇവിടെ റിമൈൻഡർ 0 കിട്ടും, ഇവിടെ റിമൈൻഡർ 3 കിട്ടും. അപ്പൊ ഇതും ഓപ്ഷൻ വെച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ചെയ്യേണ്ട നോർമൽ മെത്തേഡിൽ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന റിമൈൻഡർ നമ്പേഴ്സ് മൈനസ് ചെയ്യണം, എന്നിട്ട് അതിന്റെ HCF കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 1938 റിമൈൻഡർ 0 ആണ്, അപ്പൊ -0 എന്ന് കൊടുക്കുമ്പോൾ സെയിം വാല്യൂ ആയിട്ടുള്ള 1938 തന്നെ വരും അല്ലെ, 1938 തന്നെ വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഈ തന്നിരിക്കുന്ന അല്ലെ വാല്യൂസ് ഓപ്ഷൻസും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ കിട്ടിയ 1938 ഏത് നമ്പറിന്റെ ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കാം 9, ഓക്കെ, പിന്നെ എന്തുണ്ട് 8 + 1 9, ഓക്കെ, ആൻഡ് 3. ഓക്കെ, അപ്പോ ഈ തന്നിരിക്കുന്ന വാല്യൂ 3 എന്ന നമ്പറിന്റെ ഡിവിസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ് അല്ലെ, അതായത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണെന്ത് ഈ 1938 എന്ന് പറയുന്നത്. അപ്പൊ നേരെ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും ഈ 1938ന്റെ HCF എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം, ഈ 1938 ഏത് നമ്പറിന്റെ ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്തു, അപ്പൊ 3ന്റെ ഡിവിസിബിൾ ആണെന്ന് കിട്ടി. അപ്പൊ HCF എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് അല്ലെ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അപ്പൊ ഇതില് 3 ഒരു ഫാക്ടർ ആണ്, അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത് ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷനിൽ നോക്കി 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂ നമുക്കറിയാം, 14 3ന്റെ മൾട്ടിപ്പിൾ അല്ല, 13 3ന്റെ മൾട്ടിപ്പിൾ അല്ല, 11 3ന്റെ മൾട്ടിപ്പിൾ അല്ല, ആൻഡ് ഇതിൽ 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് ആര് മാത്രമാണ്? 6 എന്ന നമ്പർ മാത്രമാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ വെച്ച് ഇവിടെ ഇത്രയേ ചെയ്യാനുള്ളൂ. ഓക്കെ, നോർമൽ മെത്തേഡിൽ ഈ എന്ത് റിമൈൻഡർ മൈനസ് ചെയ്ത് ഈ വലിയ നമ്പേഴ്സിന്റെ HCF കാണുന്നതിന് പകരം ഓപ്ഷനിൽ നിന്നും ഈ പറഞ്ഞ ഡിവിസിബിലിറ്റി റൂൾ വെച്ചിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് LCM HCFന്റെ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ചോദ്യം, the simple interest on a principal amount in rupees 714, the period of 3 years at the rate of 7% per annum, find the principal amount. അപ്പൊ ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാനാണ്. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോം കാണാൻ അറിയാം. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR അല്ലെ, PNR/100 എന്ന് പഠിച്ചിട്ടുണ്ട്. P എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, N എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയേഴ്സ്, നമ്പർ ഓഫ് ഇയേഴ്സ്, ആൻഡ് R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോ ചെറിയൊരു പ്രോബ്ലം ആണ്, ഡയറക്റ്റ് ഈ വാല്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. എത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? 714 വന്നിട്ടുണ്ട്. ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്, P ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ഇയേഴ്സ് വന്നിട്ടുണ്ട്, എത്രയാണ്? 3 ഇയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ എന്നിന്റെ വാല്യൂ 3 ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് 7/100. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ആദ്യം ഈ നമ്പേഴ്സിനെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. അപ്പൊ 7ൽ 3 2 ടൈംസ് 6, റിമൈൻഡർ 1, 11ൽ 3 ടൈംസ് 9, ആൻഡ് റിമൈൻഡർ 2 24ൽ 8 ടൈംസ് കിട്ടി. ഇവിടെ നോക്കി, ഇത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 21ൽ 7 3 ടൈംസ് 21, ആൻഡ് ദ റിമൈൻഡർ 2 28ല് 4 ടൈംസ്. ഇനി എന്ത് ചെയ്യാം? ഈ 100 ഇങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ 3400 ആയിരിക്കും എന്ത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, 3400 ഇത്രേ ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ചെയ്യാം. സെയിം ടൈപ്പ് തന്നെയാണ്, സെയിം രീതി തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം. നമ്മളിവിടെ എന്ത് മാത്രം കാണുന്നു? NR മാത്രം കണ്ടുപിടിക്കുന്നു. NR പറഞ്ഞാൽ നമ്മുടെ 3 ആണ് N, R എന്ന് പറഞ്ഞാൽ 7% ആണ് അല്ലെ. അപ്പൊ 3 × 7 21%. ആ 21% ആണ് ഈ പറഞ്ഞ 714 എടുക്കാം. ഇതിന്ന് 100% കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസറിലേക്ക് എത്തും. അങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ഈ സെയിം ഫോം തന്നെയാണ്, ഇത്. അതിന് പകരം നമ്മൾ സെപ്പറേറ്റ് NR മാത്രം കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ 21%. അപ്പൊ ഇവിടുന്ന് 1% എത്ര കിട്ടും? ഈ 714 ഡിവൈഡ് ബൈ 21 എന്ന് വരും. ദാറ്റ് ഇസ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 34 എന്ന് കിട്ടും. നമുക്ക് 100% വേണ്ടത്, അതാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 3400 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോ ചെറിയ പ്രോബ്ലം ആണ്, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യുക? നമ്മുടെ ഫോം വെച്ച് ചെയ്താൽ മതി. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത് നോക്കാം. ഇഫ് 2% of x is 300 then x is equal to. ഓക്കെ, നോക്കാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം.
ഏതോ ഒരു നമ്പർ എക്സ് എന്ന നമ്പറിന്റെ 2% ആണ് 300 എങ്കിൽ എക്സ് എന്തായിരിക്കും ചോദ്യം. അപ്പൊ എക്സ് എന്തായിരിക്കും? 100% ആയിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 2നെ 100 ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഇൻറ്റു 50 ചെയ്താൽ മതി. അതേ 50 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 2% ആണ് 300. അപ്പൊ 1% എത്രയായിരിക്കും? 150 ആയിരിക്കും. അപ്പൊ 100% എത്രയായിരിക്കും? 100% എന്ന് പറയുമ്പോൾ 15,000 ആയിരിക്കും. അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്, അതായത് 100% കണ്ടുപിടിക്കേണ്ടത് അല്ലെ. 2% 300. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇൻറ്റു 50 ചെയ്തിട്ട് ഡയറക്റ്റ് 15,000 എടുക്കാം. അല്ലെങ്കിൽ 1% പറഞ്ഞാൽ 150. അപ്പൊ 100% പറയുമ്പോൾ എന്ത് വരും? 15,000 വരും. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം, ദ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ 25 ആൻഡ് എ നമ്പർ n. ഓക്കെ, അപ്പൊ മീൻ പ്രൊപ്പോർഷനിലെ ചോദ്യമാണ്. നമുക്കറിയാം മീൻ പ്രൊപ്പോർഷണൽ ഓഫ് ടു നമ്പേഴ്സ് എ ആൻഡ് ബി എന്ന നമ്പറിന്റെ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബി ആയിരിക്കും. ഓക്കെ, അതാണ് തന്നിരിക്കുന്നത്. ദ മീൻ പ്രൊപ്പോർഷണൽ ബിറ്റ്വീൻ 25 ആൻഡ് എ നമ്പർ ഈസ് 25 and a number n is 2 times the mean proportion between 15 and 35. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് റൂട്ട് ഓഫ് 25 ഇൻറ്റു n അല്ലെ. 25ന്റെയും n-ന്റെയും മീൻ പ്രൊപ്പോർഷൻ എന്താണ്? റൂട്ട് ഓഫ് 25 ഇൻറ്റു n ഈക്വൽ ടു എന്താ പറയുന്നത്? 2 ടൈംസ് ഓഫ് ദ മീൻ പ്രൊപ്പോർഷണൽ ഓഫ് 15 and 35. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. സോറി. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്, 2 സൈഡ് എന്തുണ്ട്? റൂട്ടിന്റെ വാല്യൂ ഉണ്ട് അല്ലെ. അപ്പൊ റൂട്ട് ആദ്യം നമുക്ക് കളയാം. റൂട്ട് കളയാൻ എന്ത് ചെയ്താൽ മതി? 2 സൈഡും സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ 2 സൈഡ് ഞാൻ സ്ക്വയർ ചെയ്തു. അപ്പൊ ഇവിടെ റൂട്ട് പോയിട്ട് എന്ത് കിട്ടി? 25 ഇൻറ്റു n ഈക്വൽ ടു. അപ്പൊ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് മൊത്തമായിട്ടാണല്ലേ സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? 2നെ ആദ്യം സ്ക്വയർ ചെയ്യണം. 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 കിട്ടും. 4 ഇൻറ്റു ഇവിടെ റൂട്ട് പോയിട്ട് 15 ഇൻറ്റു 35 എന്നായി. ഇവിടുന്ന് സോൾവ് ചെയ്തതിന് എന്റെ വാല്യൂ കിട്ടും. അപ്പൊ ചെറിയ വാല്യൂസ് ആണ്, ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. ഞാൻ ആദ്യം 5 കൊണ്ട് ക്യാൻസൽ ചെയ്തു. 25 5 ടൈംസ്, 15 5 3 ടൈംസ്, വീണ്ടും 5 കൊണ്ട് ഇവിടെ ക്യാൻസൽ ചെയ്തു. 35 7 ടൈംസ്. ഓക്കെ, ബാക്കിയുള്ള മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ആൻസർ കിട്ടും. അപ്പൊ n ഈക്വൽ ടു 4 ഇൻറ്റു 3 അല്ലെ, 12 ഇൻറ്റു 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 84 എന്നുള്ള ആൻസർ കിട്ടും. 84. എല്ലാവർക്കും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. Okay, Ashish has rupees 1218 with him. He divided it among his sons Arun and Mahesh and asked to them invest in 10% rate of interest compounded annually. Okay, ആഷിഷ് എന്ന വ്യക്തിയുടെ അടുത്ത് 1218 രൂപയുണ്ട്. അത് 2 മക്കളായ അരുണും മഹേഷിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന. ഓക്കെ, എന്നിട്ട് പറയാണ് 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയാണ്. It has seen that Arun and Mahesh got same amount after 11 and 12 years respectively. അപ്പോൾ ഇവർക്ക് എത്ര എമൗണ്ട് ഇങ്ങനെ പിരിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 11 വർഷത്തിന് ശേഷം അരുണിന് കിട്ടിയ എമൗണ്ടും 12 വർഷത്തിന് ശേഷം മഹേഷിന് കിട്ടിയ എമൗണ്ടും സെയിം ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ഹൗ മച്ച് ഡിഡ് ആശിഷ് ഗിവ് ടു മഹേഷ്? എങ്കിൽ ആശിഷ് മഹേഷിന് കൊടുത്ത പൈസ രൂപ എത്രയെന്നാണ് ചോദ്യം. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിക്കുക. അപ്പൊ രണ്ടാളുടെയും പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെ. ഇപ്പോ അരുണിന് കൊടുത്ത എമൗണ്ട് ഞാൻ എ എന്നെടുത്തു ആൻഡ് മഹേഷിന് കൊടുത്ത എമൗണ്ട് എം എന്നെടുത്തു അല്ലെ. ഈ 2 എമൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? ആ ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള 1218 കിട്ടണം. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കാണാനുള്ള ഫോം നമുക്കറിയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കാണാനുള്ള ഫോം പറയുമ്പോൾ എന്താണ്? പി ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് പി ഇൻറ്റു 1 + r/100 1 + r/100 all raised to n ആണ് പഠിച്ചത്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പോ ഈ സെയിം ബേസിക് ആയിട്ടുള്ള ഫോമിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ആശിഷിനെ നമ്മൾ എ എന്ന് എടുത്തു. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് മഹേഷിനെ എം എന്ന് എടുത്തു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 1218 കിട്ടണം. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 11 വർഷങ്ങൾക്ക് ശേഷം അരുണിന് കിട്ടിയ എമൗണ്ടും 12 വർഷങ്ങൾക്ക് ശേഷം മഹേഷിന് കിട്ടിയ എമൗണ്ടും സെയിം ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എമൗണ്ട് നമുക്ക് ഈക്വൽ ആക്കി എടുക്കാം. മഹേഷിന് കിട്ടിയ എമൗണ്ടും അരുണിന് കിട്ടിയ എമൗണ്ടും നമ്മൾ ഈക്വൽ ആണെന്ന് എടുത്തു. അപ്പൊ ഇവിടെ നോക്കാം, എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ എമൗണ്ട് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ആണല്ലോ.
അപ്പോൾ അരുണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഞാൻ എ എന്നെടുത്തത് 1+r/100. 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് 10%. 10 ഡിവൈഡഡ് ബൈ 100 ഹോൾ റേസ് ടു n. എന്ന് പറയുമ്പോൾ അരുണിന്റെ നമ്പർ ഓഫ് ഇയേഴ്സ് 11 ആണ്. ഈക്വൽ ടു എന്നുള്ള ഈക്വൽ കൊടുത്ത് രണ്ടാൾക്കും അവസാനം കിട്ടുന്ന എമൗണ്ട് തുല്യമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് കൊടുത്തു ഈക്വൽ കൊടുത്തു. ഇനി മഹേഷിന്റെ പ്രിൻസിപ്പൽ എം എന്ന് എടുത്തു ഇൻറ്റു 1 പ്ലസ് സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ് 10% തന്നെയാണ് 10/100 ഓൾ റേസ് ടു ഇവിടെ മഹേഷിന്റെ ഇയർ എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, ഇവിടെ 12 ആണ്. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് 1+1/10 എന്ന് പറഞ്ഞാൽ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ a ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 10 10 + 1 11 11/10 എന്ന് വരും അല്ലെ. a ഇൻറ്റു 11/10 ഹോൾ റേസ് ടു 11 ഈക്വൽ ടു m ഇൻറ്റു ഇവിടെ അതേപോലെ തന്നെ എന്ത് വരും? 0 ക്യാൻസൽ ആയിട്ട് 11/10 ഹോൾ റേസ് ടു 12 എന്ന് വരും. ഹോൾ റേസ് 12 എന്ന് വരും. ഇനി നമ്മൾ ചെയ്യാനുള്ളത് രണ്ടാളുടെയും പ്രിൻസിപ്പൽ എമൗണ്ട് ഒരു സൈഡ് കൊണ്ടുവരാണ്. അരുണിന്റെ പ്രിൻസിപ്പൽ എ, മഹേഷിന്റെ പ്രിൻസിപ്പൽ എം. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഈക്വൽ ടു ഈ 11/10ന്റെ മൾട്ടിപ്പിൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. ഇപ്പൊ ഇവിടെ നിന്ന് ഇവിടെ 11/10 ഹോൾ റേസ് ടു 12 ഡിവൈഡഡ് ബൈ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ 11/10 ഹോൾ റേസ് ടു 11 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി ഇവിടെ സെയിം നമ്പേഴ്സ്, ഒന്നിന്റെ പവർ 12, ഒന്നിന്റെ പവർ 11. അപ്പൊ ഇത് അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 1 ടൈം എന്ന് പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? a/m ഈക്വൽ ടു 11/10 എന്നുള്ള വാല്യൂ കിട്ടി. a/m ഈക്വൽ ടു 11/10 എന്ന വാല്യൂ കിട്ടി. അതായത് അരുണിന് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 11 യൂണിറ്റും മഹേഷിന് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 10 യൂണിറ്റുമാണ്. അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 21 യൂണിറ്റ്. ആ 21 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 12.18. അപ്പൊ 21 യൂണിറ്റ് ഈക്വൽ ടു നമുക്ക് എത്ര ഇട്ടുണ്ട്? 12.18 തന്നിട്ടുണ്ട്. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. 21 യൂണിറ്റ്. അപ്പൊ ഇവിടുന്ന് 1 യൂണിറ്റ് ഈക്വൽ ടു എത്രയും കണ്ടുപിടിക്കാം? 1 യൂണിറ്റ് ഈക്വൽ ടു എത്രയും കണ്ടുപിടിക്കാം? ഡയറക്റ്റ് 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ 21 പറഞ്ഞ എന്താ 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. 3ന്റെ മൾട്ടിപ്പിൾ ആക്കി 3 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. ഇവിടെ 21 3 7 പ്രാവശ്യം പോവും. ഇവിടെ 12 3 4 പ്രാവശ്യം, 1 പോവില്ല 0 ആൻഡ് 18 6 പ്രാവശ്യം. ഇനി 7 40 ഇവിടെ 7 എത്രയാണ്? 5 പ്രാവശ്യം പോവും, 35 അല്ലെ. പിന്നെ റിമൈൻഡർ 5 56 7 8 പ്രാവശ്യം. അപ്പൊ 1 യൂണിറ്റ് ഈക്വൽ നമുക്ക് എത്ര കിട്ടി? 58 എന്ന് കിട്ടി. 1 യൂണിറ്റ് ഈക്വൽ ടു 58 എന്ന് കിട്ടി. നമ്മുടെ ചോദ്യം ഹൗ മച്ച് ഡിഡ് ആശിഷ് ഗീവ് ടു മഹേഷ്? മഹേഷിന് എത്ര രൂപയാണ് കൊടുത്തത്? മഹേഷിന്റെ വാല്യൂ നമുക്ക് നോക്കാം. മഹേഷ് എത്ര യൂണിറ്റ് ആണ്? 10 യൂണിറ്റ് ആണ്. അപ്പൊ 1 യൂണിറ്റ് 58 എന്ന് കിട്ടിയിട്ടുണ്ട്. therefore മഹേഷിന് കൊടുത്ത വാല്യൂ എന്ന് പറയുന്നത് 10 യൂണിറ്റ് ആണ്. 10 യൂണിറ്റ് ഈക്വൽ ടു 58 × 10 580 ആണ് നമ്മുടെ ആൻസർ. 580. അപ്പൊ ഇത്രയും ചെയ്യാനുള്ളൂ. ചോദ്യത്തിന് വലിപ്പം കണ്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആണ്. എന്താ രണ്ടാളുടെയും എമൗണ്ട് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എമൗണ്ട് പ്രിൻസിപ്പൽ എ എന്നെടുത്തു, മഹേഷിന്റെ എം എന്നെടുത്തു. എമൗണ്ട് ആണുള്ള ഇക്വേഷൻ നമുക്കറിയാം p × 1+r/100 ഓൾ റേസ് ടു n ആണ്. അത് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അവിടെ 11/10 ഒന്ന് 12 ടൈംസും ഒന്ന് 11 ടൈംസും വരുന്നുണ്ട്. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ a/m രണ്ടാളുടെ റേഷ്യോ 11/10 എന്ന് കിട്ടി. നമുക്ക് കണ്ട് മഹേഷിന്റെ ആണ്. അപ്പൊ ടോട്ടൽ റേഷ്യോ 11 + 10 21 ആണ് ടോട്ടൽ റേഷ്യോ. ആ 21ന്റെ എമൗണ്ട് ആണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? ഈ തന്നിരിക്കുന്ന 1218 എന്ന് പറയുന്നത്. അപ്പൊ 21 യൂണിറ്റ് ഈക്വൽ ടു 1218. അതിന് 1 യൂണിറ്റിന്റെ വാല്യൂ കിട്ടി 58. ഇനി നമുക്ക് മഹേഷിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. മഹേഷ് എന്ന് പറഞ്ഞ എത്രയാണ്? 10 യൂണിറ്റ് ആണ്. സോ 580. ഇത്രയും ചെയ്യാനുള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, എ മാൻ ഗോസ് ടു മുംബൈ ഫ്രം പൂനെ. ഓക്കെ, അപ്പൊ ഒരാള് പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് പോവാണ്. ദ സ്പീഡ് കണ്ടിട്ടുണ്ട് 78 km/h. Okay, 78 km/h and returns to Pune at a speed of അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുമ്പോൾ 78 km/h തിരിച്ച് മുംബൈയിൽ നിന്ന് പൂനെയിലേക്ക് വരുമ്പോൾ സ്പീഡ് 91 km/h തന്നിട്ടുണ്ട്. സെയിം റൂട്ടാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നോക്കാം, ഇവിടെ എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലെ. അതായത് പൂനെയിൽ നിന്ന് മുംബൈക്കും തിരിച്ച് മുംബൈയിൽ നിന്ന് പൂനെക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്. ഡിസ്റ്റൻസ് ഇവിടെ സെയിം ആണ്. അതെല്ലാവർക്കും അറിയാലോ. ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു സെയിം ആണ് തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ആവറേജ് സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് സ്പീഡ് ഇൻ km/h എൻഡ് ജേർണി. ആവറേജ് സ്പീഡ്. അപ്പോ സെയിം ഡിസ്റ്റൻസ് വരുമ്പോ ആവറേജ് സ്പീഡ് കാണാൻ നമുക്കറിയാം 2 സ്പീഡ് കണ്ടിട്ടുണ്ട്. S1 എന്നുള്ളൊരു സ്പീഡ് എടുക്കാം, രണ്ടാമത്തെ സ്പീഡിനെ S2 എടുക്കാം. അപ്പോ
ഒരേ ഡിസ്റ്റൻസ് രണ്ട് ഡിഫറെന്റ് സ്പീഡിൽ കവർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് ഈക്വൽ ടു 2 ഇൻറ്റു ആദ്യത്തെ സ്പീഡ് S1 രണ്ടാമത്തെ സ്പീഡ് S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2 ആയിരിക്കും. 2 ഇൻറ്റു S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2 ആയിരിക്കും. വേറൊരു LCM മെത്തേഡ് ഉണ്ട്, പക്ഷെ അതിനോട് ആവശ്യമില്ല. രണ്ട് സ്പീഡാണ്, ഡയറക്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ആൻഡ് ഇവിടെ എന്ത് എടുക്കാം, 2 ഇൻറ്റു S1 കണ്ടിട്ട് 78 ആൻഡ് S2 കണ്ടിട്ട് എത്ര 91 ഡിവൈഡ് ബൈ S1 പ്ലസ് S2 എത്ര വരും, S പ്ലസ് 78 പ്ലസ് 91 എന്ന് വരും. 78 പ്ലസ് 91 9, പിന്നെ 7 പ്ലസ് 9 16 169 എന്ന് വരും അല്ലെ, 169. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്താൽ മതി. നോക്കാം, 169 ഏതാണ്, 13ന്റെ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ 13 ടൈംസ് വരും. ഇനി 91ൽ നോക്കാം, അല്ലെങ്കിൽ 78 രണ്ടും എന്താണ് 13ന്റെ മൾട്ടിപ്ലൈ ആണ്. ഞാൻ 78 എടുത്തു, 78ൽ 13 6 ടൈംസ്. ഇനി 1391ൽ 7 ടൈംസ്, 1391ൽ 7 ടൈംസ് കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 ഇൻറ്റു 6 ഇൻറ്റു 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 7 84. ഓക്കെ, നമ്മുടെ ആൻസർ കിട്ടി 84. അപ്പോ സെയിം ഡിസ്റ്റൻസ് രണ്ട് ഡിഫറെന്റ് സ്പീഡിലാണ് കവർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആവറേജ് സ്പീഡ് ആണ് 2S1 S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2. അല്ലെങ്കിൽ വേറെ LCM മെത്തേഡ് ഉണ്ട്, അത് ഞാൻ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അടുത്ത ചോദ്യം നോക്കാം. എ ബുക്ക് വാസ് പർച്ചേസ്ഡ് ഫോർ ₹1020 ആൻഡ് സോൾഡ് ഫോർ ₹1224. ഓക്കെ, നമുക്കിവിടെ പർച്ചേസ്ഡ് പ്രൈസ് അതായത് കോസ്റ്റ് പ്രൈസ് കണ്ടിട്ട് എത്രയാണ് 1020 ആൻഡ് സെല്ലിംഗ് പ്രൈസ് കണ്ടിട്ട് എത്രയാണ് 1224. then find the profit percentage. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി, നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലെ. എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഈക്വൽ എന്നാണ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്രയാ, നമുക്ക് 1224 സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എത്രയാണ് 1020 ആണെന്ത് കോസ്റ്റ് പ്രൈസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഡിഫറൻസ് എടുക്കുക. അപ്പൊ 1020 1224, അപ്പൊ എത്ര ഡിഫറൻസ് 204 ആണ് ഇവിടുത്തെ എന്ത് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് ഈക്വൽ ടു 204 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ് 1020 ഇൻറ്റു 100. 1020 ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, ഇൻറ്റു 100 ചെയ്തില്ലെങ്കിലും നമുക്ക് എന്ത് ഫ്രാക്ഷൻ എടുത്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് പെർസെന്റേജ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഞാൻ അത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഫ്രാക്ഷൻ എടുക്കാൻ പോവാണ്. നമുക്കറിയാം 204 ഇൻറ്റു 5 ആണ് എന്ത് 1020. അപ്പൊ ഇവിടെ 1/5 എന്നുള്ള ഫ്രാക്ഷൻ കിട്ടി. നമുക്കറിയാം 1/5 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ് 20%. 1/5 ഈക്വൽ ടു 20%. ഓക്കെ, 1/5 ഈക്വൽ ടു 20%. അപ്പൊ എല്ലാവരും ഫ്രാക്ഷൻ ടു കറസ്പോണ്ടിങ് പെർസെന്റേജും അതേപോലെ പെർസെന്റേജ് ടു കറസ്പോണ്ടിങ് ഫ്രാക്ഷന്റെയും വാല്യൂസ് പഠിച്ചിരിക്കുക. അപ്പോൾ 1/5 ആണ് നമുക്ക് കിട്ടിയ ഫ്രാക്ഷൻ. 1/5 എന്ന് പറഞ്ഞാൽ 20% ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. If at the same rate of interest 2 years the simple interest is 42 and compound interest is 49, then what is the principal amount? Okay, സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. 2 വർഷമാണ് സമയം പറയുന്നുണ്ട്. ആ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടിട്ട് 42 രൂപ, 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടിട്ട് 49 രൂപ. എങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കാര്യം അറിയാനുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലെ. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ് എല്ലാ വർഷവും സെയിം ആയിരിക്കും. ആദ്യത്തെ വർഷം കിട്ടുന്ന അതേ എമൗണ്ട് തന്നെയാണ് രണ്ടാമത്തെ വർഷവും സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. അതേ എമൗണ്ട് തന്നെയാണ് 3 വർഷവും 4 വർഷവും 10 വർഷവും എടുത്താലും കിട്ടുക. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അങ്ങനെയല്ല, ആദ്യത്തെ വർഷം കിട്ടുന്നതിന്റെ അതേ പ്ലസ് പ്രിൻസിപ്പൽ. ഇനി അതിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും രണ്ടാമത്തെ വർഷത്തിൽ കിട്ടുക. ഇനി രണ്ടാമത്തെ വർഷം കിട്ടിയതിന്റെയും ആദ്യത്തെ വർഷത്തിന്റെയും പ്ലസ് നമ്മുടെ പ്രിൻസിപ്പലിന്റെയും ടോട്ടൽ എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും അടുത്ത വർഷം മൂന്നാമത്തെ വർഷം കിട്ടുക അല്ലെ. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ് എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷെ വേറെ കാര്യം കൂടെ അറിയാനുണ്ട്, ആദ്യത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും സെയിം ആയിരിക്കും അല്ലെ. കാരണം ആദ്യത്തെ വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും ഒരേ തന്നെയാണ് അല്ലെ. കാരണം 10% എടുത്തതിന് ഇപ്പോൾ 100ന്റെ 10% എടുത്തതിന് 10 രൂപയാണ് ആദ്യത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അതേ 10% തന്നെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതേ 10 രൂപ തന്നെയായിരിക്കും കിട്ടുക കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കിട്ടുക. ഓക്കെ, അതും കൂടെ അറിഞ്ഞിരിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ഞാൻ SI എടുത്തു. 2 വർഷത്തെ 42 രൂപയാണ്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു വർഷത്തെ എത്രയായിരിക്കും 42/2 അല്ലെ ചെയ്താൽ മതി. 21 ആണ് ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. ആ ആദ്യത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 21 ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും 21 ആയിരിക്കും. ഞാൻ ഇവിടെ എടുത്തു ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് 21 എടുത്തു അല്ലെ. ഫസ്റ്റ് ഇയർ ഞാനിവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് 21 എടുത്തു ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 21 എടുത്തു. ഓക്കെ,
ഇത് ഫസ്റ്റ് ഇയറിന്റെ ഇവിടെ മാത്രം എഴുതുന്നു. ഫസ്റ്റ് ഇയറിന്റെ ഇവിടെ മാത്രം സിമ്പിൾ ഇൻട്രസ്റ്റ് 21, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 21. ആൻഡ് സെക്കൻഡ് ഇയർ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെയാണ് 21 തന്നെയാണ്. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറയുമ്പോൾ എന്തുകൂടെ വരുന്നുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്തുകൂടെ വരുന്നുണ്ട് ശ്രദ്ധിച്ചേ. ഇവിടെ എന്താണ് 49 ആണ് നിൽക്കുന്നത്. 49 പറഞ്ഞ എന്താണ്, 49 എന്തുകൊണ്ടാണ് ഈ 42 പ്ലസ് 7 ആണ് 49 അല്ലെ. 42 പ്ലസ് 7 ആണ് 49. അപ്പൊ ഇവിടെ എത്ര കൂടുതൽ, രണ്ടാമത്തെ വർഷം 7 രൂപയാണ് കൂടുതൽ അല്ലെ, 7 രൂപയാണ് കൂടുതൽ. ഇനി ഇവിടെ ചെയ്യാനുള്ള ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ് 21ന്റെ കൂടെ അല്ലെ ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോഴാണ് 7 കിട്ടുക. അതായത് ഇൻറ്റു 1/3 ചെയ്യുമ്പോഴാണ് 7 കിട്ടുക. ചെയ്യുമ്പോഴാണ് 7 കിട്ടുക. അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ടിലും ചെയ്യാൻ പോകുന്നത്. അപ്പോ പി ഇൻറ്റു 1/3. ഓക്കെ, ഇവിടെ നോക്കി 21ന്റെ കൂടെ ഇൻറ്റു 1/3 ചെയ്യുമ്പോഴാണ് 7 കിട്ടിയത്. അതേ പ്രിൻസിപ്പൽ ഇൻറ്റു ഈ 1/3 ചെയ്തു. ഈക്വൽ ടു കിട്ടുന്ന വാല്യൂ ആണെന്ത്, നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 21. അപ്പൊ ഇവിടുന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് പി ഈക്വൽ ടു എന്ത് കിട്ടും, ഈ 3 അങ്ങോട്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും 63 എന്ന് കിട്ടും. ഓക്കെ, ഇത് ചെയ്ത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കിതൊരു ഫോർമുല ബേസിലും ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്, ശ്രദ്ധിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണോ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 2, 2 വർഷം ആയതുകൊണ്ട്, ആൻഡ് ഹോൾ സ്ക്വയർ 2 വർഷം ആയതുകൊണ്ട് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഈ ഫോർമുല അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. നോക്കാം, സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് 42 ഡിവൈഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സി ഐ മൈനസ് എസ് ഐ എന്ന് പറയുമ്പോൾ 49 മൈനസ് 42 എന്ന് വരും. അപ്പൊ ഇവിടെ എന്ത് വരും, 42/2 21 സ്ക്വയർ. അപ്പൊ 21 സ്ക്വയർ 21 × 21 ഡിവൈഡ് ബൈ 49 മൈനസ് 42 എന്ന് പറയുമ്പോൾ 7 വരും അല്ലെ, 7 വരും. അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. 7 21 3 ടൈംസ് 3 × 21 63. അപ്പൊ ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആ സെയിം 63 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഒന്നില്ലെങ്കിൽ ഈ മെത്തഡ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം തന്നെയാണ്. എത്രയാണ് 21 തന്നെയാണ് അല്ലെ, 21 തന്നെയാണ്. ഇനി രണ്ടാമത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് 21 തന്നെയാണ്. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര വരും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര കൂടുതലാണ്, 7 കൂടുതലാണ് അല്ലെ. നോക്കാം, ഇവിടെ 42 എന്നുള്ളത് 49. അപ്പൊ എത്ര കൂടുതൽ, 7 ആണ് കൂടുതൽ. ഇനി ഇവിടെ നോക്കി, ഈ 21 7ലേക്ക് മാറണമെങ്കിൽ എന്താ ചെയ്തത്, ഇവിടെ ഡിവൈഡ് ബൈ 3 ആണ്. അതായത് ഇൻറ്റു 1/3 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ 1/3 എന്ത് ചെയ്യുക, അവിടെ പ്രിൻസിപ്പളിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ പി ഇൻറ്റു 1/3 ഈക്വൽ ടു 21, പിയുടെ വാല്യൂ 63. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോം പഠിച്ചു വെക്കുക. എസ് ഐ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സി ഐ മൈനസ് എസ്. എന്തുകൊണ്ട് ഡിവൈഡ് ബൈ 2 എടുത്ത്, ഇവിടെ 2 ഇയേഴ്സ് ആയതുകൊണ്ട്. ഓക്കെ, അത് നോക്കാം. Okay, Rubesh sold 153 shares and had a gain equal to selling price of 53 shares. What is the profit percentage? Okay, 153 ഷെയർ സെല് ചെയ്തപ്പോൾ 53 ഷെയറിന്റെ സെല്ലിംഗ് പ്രൈസ് തന്നെയാണ് എന്ത് കിട്ടിയത്, പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്. വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം, പെട്ടെന്ന് ഒറ്റ സെക്കൻഡ് ആൻസർ പറയാം. 53% എങ്ങനെ കിട്ടിയെന്നല്ലേ നോക്കാം. 153 ഷെയർ വിറ്റപ്പോ 53 ഷെയറിന്റെ സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്കിവിടെ 100 എണ്ണം വിറ്റപ്പോ 53 എണ്ണത്തിന്റെ പ്രോഫിറ്റ് കിട്ടി. 100 എണ്ണം വിറ്റപ്പോ 53 അങ്ങനെ എടുക്കാലോ അല്ലെ. കാരണം 153 ഷെയർ, അതിൽ 53 എണ്ണത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 100, അവിടെ പ്രോഫിറ്റ് 53. അപ്പൊ 53% ഒറ്റ സെക്കൻഡിൽ ആൻസർ പറയാം. ഇനി അങ്ങനെ മനസ്സിലാവാത്തവരോട് ശ്രദ്ധിക്കാം. നമുക്കറിയാം എന്താണ് പ്രോഫിറ്റ് എന്നറിയാം. എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് എന്ത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം, 53 ഷെയറിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ് ഇവിടെ പ്രോഫിറ്റ് ആയി കിട്ടിയത്. ഈക്വൽ ടു എത്ര ഷെയറാണ് വിൽക്കുന്നത്, 153 ഷെയർ വിൽക്കുന്നുണ്ട്. അപ്പൊ 153 ഷെയറിന് ഒരു സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. അപ്പൊ 153 SP എന്ന് എടുത്തു. ആ 153 ഷെയറിന് എന്തുണ്ട്, കോസ്റ്റ് പ്രൈസ് ഉണ്ട്. അപ്പൊ 153 CP എന്ന് എടുത്തു. ഓക്കെ, ഇത് മനസ്സിലായോ? പ്രോഫിറ്റ് 53 ഷെയറിന്റെ SP ആണ്. അപ്പോ എപ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുക, സെല്ലിംഗ് പ്രൈസ് നിന്ന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുമ്പോൾ. എത്ര, 153 ഷെയറിന്റെ സെല്ലിംഗ് പ്രൈസിൽ നിന്നും 153 ഷെയറിന്റെ കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുമ്പോഴാണ് 53 ഷെയറിന്റെ സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ നോക്കാം. അപ്പോ ഇവിടെ നോക്കാം, ഈ 53 SP ഇങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ മൈനസ് 53 SP ആയി. ഈ മൈനസ് 153 CP ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്താവും, ഇവിടെ 153 CP ഈക്വൽ ടു 153 SP മൈനസ് 53 SP ദാറ്റ് ഈസ് ഈക്വൽ ടു 100 SP എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഇതിന് റേഷ്യോ എടുക്കാം. CP ബൈ SP ഈക്വൽ ടു എന്ത് വരും, 100/153 എന്ന് വരും.
അവിടെ കിട്ടി കോസ്റ്റ് പ്രൈസ് 100, സെല്ലിംഗ് പ്രൈസ് 153. അപ്പൊ എത്ര ശതമാനമാണ് പ്രോഫിറ്റ്? 53% പ്രോഫിറ്റ് എന്ന് കിട്ടി. ഇനി ഇങ്ങനെയും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഫിറ്റ് 53 രൂപയാണ്, ഡിവൈഡഡ് ബൈ CP 100 ആണ്, ഇൻറ്റു 100. അവിടെ 100 ക്യാൻസൽ ആയിട്ട് ബാക്കി എത്ര കിട്ടും? 53% എന്ന് കിട്ടും. 53% കിട്ടും. അപ്പൊ ഇത്രയും ചെയ്യാനുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ, കാരണം ഇവിടെ 153 അതിന് 53, ഈ രണ്ട് 53 കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് 53% പറയാൻ പറ്റിയത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ഇഫ് ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് 2 bases ഓഫ് എ സിലിണ്ടർ, റേഡിയസ് ഓഫ് എ ബേസ് ഓഫ് 2 സിലിണ്ടർ. ഓക്കെ, അപ്പൊ 2 സിലിണ്ടർ ഉണ്ട്, 2 സിലിണ്ടർ. അപ്പൊ നമുക്ക് സിലിണ്ടർ സിലിണ്ടറിന്റെ നമ്മൾ മെൻസുറേഷൻ ചാപ്റ്ററിൽ സിലിണ്ടറിന്റെ നമുക്ക് പ്രോബ്ലംസ് പഠിക്കാനുണ്ട് അല്ലെ, സിലിണ്ടറിന്റെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോ സിലിണ്ടറിന്റെ ഇത് റേഡിയസ്, ഇത് ഹൈറ്റ് അല്ലെ, ഹൈറ്റ്. സിലിണ്ടറിന്റെ വോളിയം നമുക്കറിയാം, സിലിണ്ടറിന്റെ വോളിയം എന്താണ്? πr²h ആണ് വോളിയം ഓഫ് എ സിലിണ്ടർ. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ പറയുന്നത് 2 സിലിണ്ടർ ഉണ്ട്, 2 സിലിണ്ടർ ഉണ്ട്. ഓക്കെ, ദ റേഡിയസ് ഓഫ് ബേസ് ഓഫ് 2 സിലിണ്ടർ ഈസ് 4:15. ദ റേഡിയസ് ഓഫ് ബേസ് ഓഫ് 2 സിലിണ്ടർ ഉണ്ട് 4:15. അപ്പോ റേഡിയസ് നമുക്ക് 2 സിലിണ്ടർ ആയതുകൊണ്ട് R1 = 4 എടുക്കാം ആൻഡ് R2 = 5 എന്ന് എടുക്കാം. ആൻഡ് ദ റേഡിയസ് ഓഫ് റേഷ്യോ ഓഫ് ദ ഹൈറ്റ്, ഹൈറ്റിന് റേഷ്യോ. അപ്പൊ ആദ്യത്തെ H1 എടുക്കാം 5 ആൻഡ് H2 = 2 ആണ്. ദെൻ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ വോളിയംസ്. ആദ്യത്തിന്റെ വോളിയം V1 ഉം രണ്ടാമത്തെ വോളിയം V2. റേഷ്യോ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഡിവൈഡേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ V1/V2 = π into R1² into H1 divided by π into R2² into H2 അല്ലെ. പൈ രണ്ടിലും കോമൺ ആണ്, അപ്പൊ ക്യാൻസൽ ചെയ്യാം. എക്സാം ചെയ്യുമ്പോൾ പൈ ഒന്നും എഴുതാൻ നിൽക്കുന്നത്, ഡയറക്റ്റ് വാല്യൂ മാത്രം എഴുതുക. = അപ്പൊ നമുക്കിവിടെ V1/V2 = എന്തുവരും? R1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? R1 = 4 ആണ്, അപ്പൊ 4² 16 into H1 എത്രയാണ്? H1 = 5 ആണ്, into 5 divided by, and ഇവിടെ R2 ഉണ്ട് 5 into 5ന്റെ സ്ക്വയർ. ഓക്കെ, 5 അല്ല, 5ന്റെ സ്ക്വയർ എടുക്കണ്ടേ. 5ന്റെ സ്ക്വയർ 25 into H2 എത്രയാണ്? H2 200. ഇത് സോൾവ് ചെയ്യുന്ന നമ്മുടെ ആൻസർ വരും, നമുക്ക് നോക്കാം. 525 5 ടൈംസ്, 216 8 ടൈംസ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് കിട്ടി 8:5 എന്ന് കിട്ടി. 8/5 എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 8:5. ഓക്കെ, ഇത്രയും ചെയ്യാനുള്ളൂ. സോൾവിംഗ് ആണുള്ള ഫോം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, A and B can finish a piece of work in. ഓക്കെ, ടൈം ആൻഡ് വർക്കിന്റെ ചോദ്യമാണ്. A ഒരു വർക്ക് 20 ദിവസം കൊണ്ടും, ഓക്കെ, ഇതെന്താണ്? ടൈം ആണ് അല്ലെ, ടൈം ആണ് ഇരിക്കുന്നത്. A 20 ദിവസം കൊണ്ടും A 15 ദിവസമാണ്, 20 അല്ല, A 15 ദിവസം കൊണ്ടും B 20 ദിവസം കൊണ്ടും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും എങ്കിൽ A and B work on alternate days അല്ലെ, alternate ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ how many days will take to complete the work? A start the work എന്ന് പറയുന്നത്. ഓക്കെ, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ, അതായത് ആദ്യ ദിവസം A വർക്ക് ചെയ്തു, രണ്ടാമത്തെ ദിവസം B മാത്രം വർക്ക് ചെയ്തു, അടുത്ത മൂന്നാമത്തെ ദിവസം A മാത്രം വർക്ക് ചെയ്തു, നാലാമത്തെ ദിവസം B മാർക്കും. അങ്ങനെ ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് എയും ബിയും കൂടെ വർക്ക് ചെയ്യുന്നത്. എങ്കിൽ എത്ര ദിവസം എടുക്കും വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നാണ് ചോദ്യം. ഓക്കെ, ആദ്യം രണ്ടാളുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എഫിഷ്യൻസി ടൈം നമുക്ക് 15 ഉം 20 കണ്ടിട്ടുണ്ട്. എഫിഷ്യൻസി പറയുമ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് റേഷ്യോ ആയിരിക്കും. 15 20 പറയുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളാണ് അല്ലെ. 5 കൊണ്ട് പറയുമ്പോൾ 3 ഉം 4 ആണ്, 3:4 ആണ് റേഷ്യോ പറയുന്നത്. അപ്പൊ എഫിഷ്യൻസി എന്ന് പറയുന്നത് നേരെ തിരിച്ചെന്നാലും 4 ഉം 3 ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 15ന്റെയും 20ന്റെയും എൽസിഎം എടുക്കുക. എൽസിഎം ആണ് എന്താ ഇവിടുത്തെ ടോട്ടൽ വർക്ക്. എൽസിഎം ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടോട്ടൽ വർക്ക്. എൽസിഎം 15ന്റെയും 20ന്റെയും എൽസിഎം എത്രയാണ്? 60 ആണ്. 60 ആണ് രണ്ടാളുടെ എൽസിഎം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എൽസിഎം ആണ് ഇവിടുത്തെ ടോട്ടൽ വർക്ക്. അപ്പൊ ഇങ്ങനെ ചെയ്താലും മതി. 60 / 15 4 എന്ന് കിട്ടും, ആൻഡ് 60 / 20 3 എന്ന് കിട്ടി. അപ്പൊ രണ്ടാളുടെ എഫിഷ്യൻസി കിട്ടി. ടോട്ടൽ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടോട്ടൽ വർക്ക് കിട്ടി 60. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ശ്രദ്ധിക്കാം. എന്ത് ചെയ്യാം? ആദ്യത്തെ ദിവസം അല്ലെ, ഫസ്റ്റ് ഡേ ആരാ വർക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് ഡേ എ ആണ് വർക്ക് ചെയ്യുന്നത്. എ എത്ര വർക്ക് ചെയ്യും? 4 വർക്ക് ചെയ്യും. ഇനി സെക്കൻഡ് ഡേ എ ലീവായി, ബി വർക്ക് ചെയ്തു. ബി എത്ര വർക്ക് ചെയ്യും? 3 വർക്ക് ചെയ്യും. അപ്പൊ ഇവിടുന്ന് ഒരു കാര്യം കിട്ടി, 2 ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആയി? 4 + 3 7 വർക്ക് കംപ്ലീറ്റ് ആയി. 2 ദിവസം കൊണ്ട് 7 വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി അല്ലെ. 2 ദിവസം കൊണ്ട് 7 വർക്ക് കംപ്ലീറ്റ് ആയി. നമുക്ക് തീർക്കാനുള്ളത് എത്രയാണ്? 60 വർക്കാണ് തീർക്കാനുള്ളത്. 2 ദിവസം കൊണ്ട് 7 വർക്ക് കംപ്ലീറ്റ് ആയി എങ്കിൽ 60 വർക്ക് കംപ്ലീറ്റ് ആയി എത്ര ദിവസം എടുക്കുന്നതാണ് ചോദ്യം.
അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ചോദ്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, ടോട്ടൽ വർക്ക് എത്രയാണോ അതേ മൈനസ് ആദ്യത്തെ ആള് ആരാണോ ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, എ ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ, എയുടെ എഫിഷ്യൻസി എത്രയാണ് 4, അത് മൈനസ് ചെയ്ത് വെക്കുക. എത്ര വരും? ഇവിടെ 56 എന്ന് വരും. ഇനി ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്താണ്? ടോട്ടൽ വർക്കിൽ നിന്ന് ആദ്യത്തെ ആൾ എത്ര വർക്കാണോ ചെയ്യുന്നത് അത് മൈനസ് ചെയ്ത് വെക്കാം. ആ കിട്ടിയ വാല്യൂ 56. ഇനി നോക്കേണ്ടത് ഈ 7നെ ഈ 56 ആക്കണമെങ്കിൽ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് നോക്കാം. നമുക്കറിയാം 7 × 8 ആണ് എന്ത് 56 എന്ന് പറയുന്നത്. അപ്പൊ 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതേ 8 കൊണ്ട് എന്ത് ചെയ്യുക? ഡേയ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടി 16 ഡേയ്സ് എന്ന് കിട്ടി. 16 ഡേയ്സിന് ഇവിടെ 56 വർക്ക്സ് കംപ്ലീറ്റ് ചെയ്തു. 16 ഡേയ്സിൽ 56 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കി എത്ര വർക്കാണ് ഉള്ളത്? 4 വർക്കാണ് അല്ലെ, മൊത്തം 60 വർക്കാണെങ്കിൽ 4 വർക്കാണ് ഉള്ളത്. ഇനി ആരാ വർക്ക് ചെയ്യാൻ പോകുന്നത്? എ ആണ് അടുത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെ. ഈ 2 ഡേയ്സ് എന്ന് പറയുമ്പോൾ ബിയിൽ അവസാനിക്കുന്ന സംഖ്യയാണ് അല്ലെ. അപ്പൊ അടുത്ത 4 ഡേയ്സ് എന്ന് പറയുമ്പോൾ ബിയിൽ അവസാനിക്കുന്നത്. അതേപോലെ 16 ഡേയ്സ് പറയുമ്പോൾ ബി അവിടെ അവസാനിച്ചു. ഇനി അടുത്ത ആരാ ചെയ്യാൻ പോകുന്നത്? എ ആണ് ചെയ്യാൻ പോകുന്നത്. എ എത്ര വർക്ക് ചെയ്യും? 4 വർക്ക് വെച്ച് എ ചെയ്യും. അപ്പൊ 17ാമത്തെ ദിവസം എ വർക്ക് ചെയ്തു. എത്ര വർക്ക് എ ചെയ്യുക? 4 വർക്ക് ചെയ്യും. അങ്ങനെ ടോട്ടല് ഇവിടെ 60 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ എത്ര ദിവസം എടുത്തു? 60 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ മൊത്തം 17 ദിവസം എടുത്തു. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4ാമത്തെ വാല്യൂ 17. ഓക്കെ, അപ്പൊ ടൈം ആൻഡ് വർക്കിന്റെ ചാപ്റ്റർ എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുതരാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക? ആദ്യം എഫിഷ്യൻസി കണ്ടുപിടിക്കുക, ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക. ആദ്യ ദിവസം എ 4 വർക്ക് ചെയ്തു, രണ്ടാമത്തെ ദിവസം ബി 3 വർക്ക് ചെയ്തു, 2 ദിവസത്തിലെ മൊത്തം 7 വർക്ക് ഫിനിഷ് ചെയ്തു. ഇനി ചെയ്യാനുള്ളത് ടോട്ടൽ വർക്കിൽ നിന്നും ആദ്യത്തെ ആൾ ചെയ്യുന്ന വർക്ക് മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുക. ആ വാല്യൂലേക്ക് വർക്കിലേക്ക് മാറ്റാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് നോക്കുക? 8 ഉണ്ട്. അപ്പോൾ ചില കേസിൽ ഡയറക്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ കിട്ടുന്ന വാല്യൂ കിട്ടില്ല. അപ്പൊ ഇതിന് തൊട്ട് താഴെ വരുന്ന അതിന്റെ മൾട്ടിപ്പിൾ നോക്കിയാലും മതി. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് നമുക്ക് 7നെ 56 ആക്കാൻ പറ്റും. അപ്പൊ 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതേ 8 കൊണ്ട് ഡേയ്സിന് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 16 ദിവസത്തിൽ 56 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് 17ാമത്തെ ദിവസം വീണ്ടും എ വർക്ക് ചെയ്യും. ബാക്കിയുള്ള 4 വർക്ക് എ അവിടെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ മൊത്തം 17 ദിവസം കൊണ്ട് 60 വർക്ക് അവിടെ കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇനി ക്ലാസ് ആവറേജ് ഓഫ് ബോയ്സ് 75 with 20 ബോയ്സ്. ഓക്കെ, ആവറേജിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ നമുക്കറിയാം ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ആണെന്ന് അറിയാം. ഇവിടെ നിന്ന് തിരിച്ച് സം എന്ന് കിട്ടും. സം ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ എന്നറിയാം. അപ്പൊ ഈ ബേസ് ആയിട്ടുള്ള കാര്യം അറിയുന്നവർക്ക് ഈ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് മൊത്തം ക്ലാസിന്റെ ഓവറോൾ ആവറേജ് ആണ്. അപ്പൊ ടോട്ടൽ ആവറേജ് എന്ത് വരും? ടോട്ടൽ ആവറേജ് ഈക്വൽ ടു ടോട്ടൽ സം അല്ലെ. ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാ ടോട്ടൽ സം കണ്ടുപിടിക്കുക? സം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജിന്റെ നമ്പർ ആണ് സം എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ 75 ആവറേജും 20 ബോയ്സും അവിടെ സം എന്ത് വരും? 75 × 20 ആണ് ബോയ്സിന്റെ ടോട്ടൽ സം. പ്ലസ് എന്ത് ചെയ്യണം? നമുക്ക് ഓവറോൾ വേണ്ട. അപ്പൊ ഗേൾസിന്റെ എടുക്കണം. ഗേൾസിന്റെ ആവറേജ് 85 ആൻഡ് നമ്പർ 30 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ബോയ്സ് 20ഉം ഗേൾസും 30. ടോട്ടൽ എത്രയാണ്? 50. അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ നമ്മുടെ ആൻസർ കിട്ടി. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് ഡിജിസം മെത്തേഡ് അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഡിജിസം മെത്തേഡ് എന്താ ചെയ്യേണ്ടത്? ഡിജിസം പറഞ്ഞാൽ നമ്പേഴ്സിന്റെ ഡിജിറ്റ്. അപ്പൊ ആദ്യം 7 + 5 12 എന്ന് പറയുമ്പോൾ എന്താണ്? 3 ആണ്. 1 + 2 3 ആണ്. 3 × ഇവിടെ എന്ത് വരും? 2 വരും. 3 × 2 6 പ്ലസ് അടുത്ത് 8 + 5 എത്രയാണ്? 13 ആണ്. 13 പറഞ്ഞതാണ് 1 + 3 4 ആണ്. 4 × 3 12 പറയുമ്പോൾ 1 × 3 വരും. ഡിവൈഡഡ് ബൈ 1 + 2 3 എന്ന് പറയും. ഡിവൈഡ് ബൈ 5 അല്ലെ. 15 എന്ന് പറയുമ്പോൾ 5 ആണ്. ഇവിടെ 9/5 എന്ന് കിട്ടി. അപ്പൊ നമുക്കറിയാം ഡിനോമിനേറ്ററിൽ 5 വന്നു കഴിഞ്ഞാൽ അതിനെ 1 ആക്കി മാറ്റണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പഠിച്ചിട്ടുണ്ട്. ഡിസം മെത്തേഡ് അറിയാത്തവർക്ക് ഞാൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പറയുന്നവര് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിൽ 9 കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട. 9ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും ഡിജിസം 9 തന്നെ വരും. സോ ഇവിടുത്തെ ഡിജിസം എന്ന് പറയുന്നത് 9 ആണ്. ഇനി ഓപ്ഷനിലെ ഡിജിസം ഏതാ 9 കിട്ടുന്നത്? ഓപ്ഷൻ 381. അതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി നിങ്ങൾക്ക് ഡിജിസം മെത്തേഡ് അറിയാത്ത ഒരാളാണെങ്കിൽ ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ നോക്കുക, ഇത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്, 10ന്റെ മൾട്ടിപ്പിൾ ആണ്, 5ന്റെ മൾട്ടിപ്പിൾ ആണ്, 10ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് കോമൺ ആയിട്ട് 5 × 10 ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 75 ഡിവൈഡ് ബൈ 5 15, 20 ഡിവൈഡ് ബൈ 10 2 ഇൻറ്റു ആണ്. ഇവിടെ പ്ലസ് 85 എന്ന് പറയുമ്പോൾ 17 × 3 എന്ന് വരും ഡിവൈഡഡ് ബൈ 50. അപ്പൊ ഇവിടുത്തെ 50 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി 15 × 2 30 + 17 × 3 51. ദാറ്റ് ഈസ് ഈക്വൽ ടു 81. ഇത്രയും ചെയ്യാനുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വാട്ട് ഈസ് ദ എഫക്റ്റീവ് ഡിസ്കൗണ്ട് പെർസെന്റ്
ദ ഷോപ്പ് കീപ്പർ ഓഫ് എ സ്കീം ബൈ 5 ആൻഡ് ഗെറ്റ് 3 5. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ശ്രദ്ധിക്കുക, 5 വാങ്ങിയപ്പോൾ 3 ഫ്രീ ആയിട്ട് കിട്ടി. അപ്പൊ മൊത്തം എത്ര കിട്ടി? 8 കിട്ടി. ടോട്ടൽ കിട്ടിയത് 8 ഡിവൈഡഡ് ബൈ എത്ര വാങ്ങിയപ്പോഴാണ്? 5 വാങ്ങിയപ്പോൾ 3 ഫ്രീ ആയി കിട്ടി. അവിടെ ഫ്രീ ആയി കിട്ടിയ എത്രയാണ്? 3 അപ്പൊ 3/8 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അതായത് 3/8ന്റെ പെർസെന്റേജ് വാല്യൂ. ഇവിടെ നോക്കുക, എങ്ങനെ 8 കിട്ടി? മൊത്തം 8 കിട്ടിയില്ലേ? എങ്ങനെയാണ്? 5 വാങ്ങിയപ്പോൾ 3 ഫ്രീ. ആ ടോട്ടൽ 8 ഡിവൈഡഡ് ബൈ എത്ര നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്? 3 ഫ്രീ ആയി കിട്ടിയത്. അത് ന്യൂമറേറ്റർ 3/8 ആണ് നമ്മുടെ ആൻസർ. അതിന്റെ പെർസെന്റേജ് വാല്യൂ 3/8 പറഞ്ഞാൽ 3 ഇൻറ്റു 1/8 ആണ്. 1/8 പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 1/8 ഈക്വൽ ടു 12.5% ആണ്. അപ്പൊ 3/8 ആണ് 3 ഇൻറ്റു 12.5%. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 37.5%. ഇത്രേ ചെയ്യാവുള്ളൂ. മൈൻഡ് കാൽക്കുലേഷൻ വഴി സിമ്പിൾ ആയി ചെയ്യുന്ന പ്രോബ്ലം ആണ്. ഒന്നുകൂടെ പറയാം, 5 വാങ്ങിയപ്പോൾ 3 ഫ്രീ കിട്ടി. ആ ഫ്രീ കിട്ടിയ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര കിട്ടി? 8. 3/8 അത്രേ ചെയ്യാറുള്ളൂ. അടുത്ത്, ദ ആവറേജ് വെയിറ്റ് ഓഫ് മുഹമ്മദ്, ആശിഷ് ആൻഡ് കിരൺ. ഓക്കെ, വീണ്ടും ആവറേജിന്റെ പ്രോബ്ലം. മൂന്നാളുടെ ആവറേജ് കണ്ടിട്ടുണ്ട്, മുഹമ്മദ്, ആശിഷ് ആൻഡ് കിരൺ. ഓക്കെ, മുഹമ്മദിന്റെയും ആശിഷിന്റെയും കിരണിന്റെയും ആവറേജ് കണ്ടിട്ടുണ്ട് എത്രയാണ്? 46. എന്താണ് ആവറേജ്? സം ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പൊ 3%. അപ്പൊ എന്തെങ്കിലും 46 എന്ന് കിട്ടി. ഓക്കെ, ഇനി ആവറേജ് വെയിറ്റ് ഓഫ് മുഹമ്മദ് ആൻഡ് ആശിഷ്, മുഹമ്മദിന്റെയും ആശിഷിന്റെയും. അപ്പൊ രണ്ടാണ്. അപ്പൊ ഡിവൈഡ് ബൈ 2 40 കണ്ടിട്ടുണ്ട്. ദെൻ ആവറേജ് ഓഫ് ആശിഷ് ആൻഡ് കിരൺ, ആശിഷിന്റെയും കിരണിന്റെയും കണ്ടിട്ടുണ്ട്. അപ്പൊ രണ്ടാണ്. അവിടെയും ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 42. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ വെയിറ്റ് ഓഫ് ആശിഷ്? ആശിഷിന്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നോർമൽ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇതിന്റെ എല്ലാം എന്താണ്? സമ്മ കണ്ടുപിടിക്കണം അല്ലെ? സമ്മ കണ്ടുപിടിച്ചിട്ട് അതിന്ന് ആശിഷിന്റെ വെയിറ്റ് നമ്മൾ കാണേണ്ടി വരും. അപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കാം? ആദ്യം സമ്മ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഇവിടെ ആവറേജ് കണ്ടിട്ടുണ്ട് അല്ലെ? മൂന്നാളുടെ ആവറേജ് 46. അപ്പൊ മൂന്നാളുടെ സമ്മ വരും. ഇവിടെ സമ്മ വരും, അതായത് M പ്ലസ് A പ്ലസ് K എന്ന് വരും. 46 into 3. അപ്പൊ 3 into 40 120. 3 into 16 18. അപ്പൊ 138 എന്ന് കിട്ടി. അതേപോലെ ഇവിടെ രണ്ടാമത്തെ ഇവരുടെ സം എത്ര വരും? ഇവിടെ സം ഈക്വൽ ടു എത്ര കിട്ടും? അതായത് M പ്ലസ് A ഈക്വൽ ടു എത്ര കിട്ടും? 80 എന്ന് കിട്ടും. ഇവിടെ A പ്ലസ് K ഈക്വൽ ടു എത്ര കിട്ടും? A പ്ലസ് K ഈക്വൽ ടു 84 എന്ന് കിട്ടും. ഇവിടെ 80 84. ഓക്കെ, അപ്പോൾ നോക്കാം. ടോട്ടല് 138 ആണ് അല്ലെ? ടോട്ടൽ 138 ആണ്. M പ്ലസ് A 80 ആണ് ആൻഡ് A പ്ലസ് K 84 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇത് രണ്ടാമത്തെയും ഇത് മൂന്നാമത്തെ ഇക്വേഷൻ ആണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പോകണം. അപ്പൊ എന്ത് വരും? M പ്ലസ് A പ്ലസ് A പ്ലസ് K. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടെ ഞാൻ ആഡ് ചെയ്തു. അപ്പോ M പ്ലസ് A പ്ലസ് A പ്ലസ് K എന്ത് വരും? അപ്പോൾ 80 പ്ലസ് 84 എത്രയാണ്? 164 എന്ന് വരും അല്ലെ? 164 എന്ന് വരും. ഇവിടെ നോക്കുക, നമുക്ക് M പ്ലസ് A പ്ലസ് K വാല്യൂ അറിയാം. അതായത് M പ്ലസ് A പ്ലസ് K അതിന്റെ വാല്യൂ അറിയാം എത്രയാണ്? 138 പ്ലസ് ആരും കൂടെ ഉണ്ട്? ഒരു A അല്ലെ? ഒരു ആശിഷോടെ എക്സ്ട്രാ ഉണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 138 ആണ് അല്ലെ? 138 ആണ് ഈക്വൽ ടു 164. അപ്പൊ A ഈക്വൽ ടു എന്ത് വരും? A ഈക്വൽ ടു 164 മൈനസ് 38. 164 മൈനസ് 38 എന്ന് വരും. എത്ര കിട്ടും? 14 മൈനസ് 8 6 ആണ്. അപ്പോ 6 ആൻഡ് 26. ഓക്കെ, 26 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് നോർമൽ മെത്തേഡിൽ ചെയ്യുക. പക്ഷെ ഇതേ സംഭവം നമുക്ക് വേറെ മെത്തേഡ്, ഡീവിയേഷൻ മെത്തേഡിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഡീവിയേഷൻ മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാളുടെ ടോട്ടൽ ആവറേജ് കണ്ടിട്ടുണ്ട്. 46 കണ്ടിട്ടുണ്ട് അല്ലെ? 46 കണ്ടിട്ടുണ്ട്. ഇനി ആശിഷിന്റെയും ആദ്യത്തെ മുഹമ്മദിന്റെ ആശിഷിന്റെ വെയിറ്റ് ഉണ്ട് എത്രയാണ്? 40. ആൻഡ് ആശിഷിന്റെ കിരണിന്റെ വെയിറ്റ് ഉണ്ട് എത്രയാണ്? 42. അപ്പോ ഈ രണ്ട് വെയിറ്റിൽ നിന്നും ഇതിൽ നിന്നും ഇതിലേക്കുള്ള ഡീവിയേഷൻ, അതായത് ടോട്ടൽ ആവറേജ് വെയിറ്റിൽ നിന്നും ഇതിലേക്കുള്ള ഡീവിയേഷൻ എത്രയാണ് നോക്കാം. അപ്പൊ 46 40 എന്ന് പറയുമ്പോൾ അവിടെ -6 ആണ് ഡീവിയേഷൻ. ആൻഡ് 46 42 എന്ന് പറയുമ്പോൾ ഇവിടെ -4 ആണ് ഡീവിയേഷൻ അല്ലെ? ഇപ്പൊ രണ്ടിന്റെയും ഡീവിയേഷൻ ഡിഫറൻസ് തന്നെയാണ്. അപ്പൊ ഇവിടെ 46 40ലേക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് -6 ആണ് അല്ലെ? അതേപോലെ 46 42 എന്ന് പറയുമ്പോൾ ഇവിടെ -4 ആണ് ഡിഫറൻസ് എന്ന് പറയും. ഇനി ഇവിടെ നോക്കാം, ഈ 40 അല്ലെ? ഈ 40 എത്ര പേരിന്റെയാണ്? മുഹമ്മദിന്റെയും ആശിഷിന്റെയും, അതായത് രണ്ടാൾക്കാരിന്റെയാണ് 40. 42 എത്ര പേരിന്റെയാണ്? 42 ഇവിടെ ആശിഷിന്റെ കിരണിന്റെയാണ്. ഇവിടെ രണ്ടാൾക്കാരിന്റെയാണ്. അവന്റെ ഡീവിയേഷൻ ആണ് നമുക്ക് എത്ര കിട്ടിയത്?
ഈ -4ഉം -6ഉം കിട്ടിയത്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ ചിന്തിക്കുക, ഇവിടെ ഈ കിട്ടിയ -6 × 2 എന്തുകൊണ്ടാണ് 2 ചെയ്ത് 2 വ്യക്തികളായതുകൊണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ വരും -12 വരും. അതേപോലെ ഇവിടെ നോക്കാം -4 × 2 -4 × 2 ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? -4 × 2 -8 എന്ന് വരും. -8 എന്ന് വരും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഈ ടോട്ടൽ ഡീവിയേഷൻ എത്ര കിട്ടി? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ മൾട്ടിപ്ലൈ ആഡ് ചെയ്യണം. അപ്പൊ -12 -8 -20 ശ്രദ്ധിക്കുക. നമുക്ക് ടോട്ടൽ ആവറേജ് തന്നിരിക്കുന്നത് 46 ആണ്. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? -20 കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 26 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 26 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഡീവിയേഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം ടോട്ടൽ ആവറേജിന് ബാക്കിയുള്ള ആവറേജുള്ള ഡീവിയേഷൻ കൊടുക്കുക. ഇവിടെ -6 -4 ആണ് ഡീവിയേഷൻ. ഇവിടെ -6 പറയുമ്പോൾ 2 ആൾക്കാരെയാണ്, -4 പറയുമ്പോൾ 2 ആൾക്കാരെയാണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ -12ഉം -8ഉം ഇതും കൂടെ ആഡ് ചെയ്തു -20. ആ -20 നമുക്ക് തന്നിരിക്കുന്ന ആ ടോട്ടൽ ആവറേജിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 46 പ്ലസ് -20, അതായത് 46 -20 26 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഡീവിയേഷൻ മെത്തേഡിൽ ഇത്രയും ചെയ്യാനുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ടോപ്പിക്സ് മതി. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് സ്പീഡാണെന്ന് എനിക്കറിയാം, കാരണം ഓൾറെഡി പഠിച്ചവർക്ക് വേണ്ടി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. നമ്മൾ ഡയറക്റ്റ് ഓരോ ചാപ്റ്ററിന് വെച്ച് ക്ലാസ് ചെയ്യുമ്പോൾ കുറച്ച് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സ്ലോ ആയിട്ട് തന്നെ എനിക്ക് എടുക്കുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.